ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കസാക്കിസ്ഥാൻ ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 2 ദിവസത്തെക്കാളും ഏറെ സ്പെഷ്യലായിരുന്നു ഞങ്ങൾക്ക് ഈ മൂന്നാമത്തെ ദിവസം. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങളെ കാത്തിരുന്നത്. അൽമാട്ടിയിലെ ഏറ്റവും പ്രശസ്തമായ 2 സ്ഥലങ്ങളായ ഷിംബുലാക്കും കോക്ടോബും സന്ദർശിച്ച വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ശരിക്കും മഞ്ഞിൽ കുളിച്ചൊരു ദിവസമായിരുന്നു. ഹോട്ടലിന് പുറത്തൊക്കെ നല്ല സ്നോഫോൾ ആണ്. ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഷിംബുലാക് സ്കീ റിസോർട്ടാണ്. സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കീ റിസോർട്ടുകളിൽ ഒന്നാണിത്. സീ ലെവലിൽ നിന്ന് ഏകദേശം 2200 മീറ്ററിലധികം ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിന്റർ സമയത്ത് സ്കീയിങ്ങും സ്നോബോർഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്താറുണ്ട്. നല്ല സ്നോഫോൾ ആയതുകൊണ്ട് ഷിംബുലാക്കിലേക്കുള്ള റോഡുകളെല്ലാം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കായിരുന്നു. ഇന്നത്തെ ട്രിപ്പും ഫുള്ള് സ്നോഫോൾ ആയിരുന്നു. കേബിൾ കാറിലാണ് ഷിംബുലാക്കിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. കേബിൾ കാറിൽ പോകുമ്പോൾ 2 സ്റ്റോപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇതിനേലും മേലേക്ക് പോവുകയാണെങ്കിൽ സീ ലെവലിൽ നിന്ന് 3200 മീറ്ററിലധികം ഉയരത്തിലാണ് രണ്ടാമത്തെ സ്റ്റോപ്പ് നിൽക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോപ്പിലാണെങ്കിൽ അവിടെ ഫുള്ള് ഗ്ലേഷ്യേഴ്സും നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത തണവായിരിക്കുന്നതാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് കുറെ ഫോട്ടോകളൊക്കെ എടുക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഷിംബുലാക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോക്ടോബ് ആയിരുന്നു. അൽമാട്ടി നഗരത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ ഒരു കുന്നിൻ പ്രദേശമാണിത്. അൽമാട്ടി നഗരത്തിന്റെ മുഴുവൻ ഭംഗിയും ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു കിടിലൻ വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മിനി സൂ ഉണ്ട്, ഒരു ഫെറിസ് വീൽ, പിന്നെ അൽമാട്ടിയുടെ തന്നെ പ്രശസ്തമായ TV ടവറും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല സ്നോഫോൾ ആയിരുന്നു. ഈ വിന്റർ സമയമായതുകൊണ്ട് മിനിസൂവും ഫെറിസ് വീൽ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ള ചെറിയ ഷോപ്പുകളിൽ നിന്ന് ഞങ്ങൾ ഈ ട്രിപ്പിന്റെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് മാഗ്നറ്റ്സും പിന്നെ കുറച്ച് ബെല്ലുകളും പിന്നെ കുറച്ച് ക്യാപ്പുകളൊക്കെ വാങ്ങി തിരികെ പോകുന്നു. ഇന്നത്തെ യാത്രയിലെ ഏറ്റവും നല്ലൊരു നിമിഷം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതെ, ഈ ട്രിപ്പിലെ തന്നെ ഏറ്റവും നല്ലൊരു നിമിഷം ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഈ കാണുന്ന സ്നോഫ്ലേക്ക് ആണ്. നമ്മൾ ഫോണിലും ഇമോജികളിലും മാത്രം കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റാറിന്റെ ഷേപ്പിലുള്ള ഒരു മഞ്ഞുതുള്ളി ഞാൻ ആദ്യമായിട്ട് എന്റെ കൈവെള്ളയിൽ ഞാൻ നേരിട്ട് കണ്ടു. വീണ് സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് മെൽറ്റായി പോകുന്നതും കണ്ടു. അങ്ങനെ കോക്ടോബിലെ കാഴ്ചകളൊക്കെ കണ്ട് മഞ്ഞിൽ നല്ലതുപോലെ നനഞ്ഞിട്ടാണ് ഞങ്ങൾ തിരികെ ഹോട്ടലിൽ എത്തിയത്. കുറച്ചു നേരമൊക്കെ ഒരു റെസ്റ്റ് എടുത്ത് ഞങ്ങൾ കുറച്ച് വാക്കിനൊക്കെ പോയി. പിന്നെ അവിടെ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പുറത്താണെങ്കിൽ നല്ല സ്നോഫോളാണ്. സ്നോഫോളും കണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഡേ 4 കസാക്കിസ്ഥാൻ ട്രിപ്പിലെ 4ാമത്തെ ദിവസം എങ്ങോട്ടൊക്കെയാണ് പോയെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇന്ന് ഞങ്ങൾ പോയത് അൽമാട്ടിയിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ 2 സ്ഥലങ്ങളിലേക്കാണ്. ഒന്ന് ആയുസായി വാട്ടർഫോളും രണ്ടാമത്തേത് അൽമ അരസൻ എന്നറിയപ്പെടുന്ന മലനിരകളാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പ്രകൃതി മുഴുവൻ വെള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അൽമാട്ടി നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെ വലിയ മലയിടുക്കൾക്കിടയിലാണ് ആയിസായി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കസാക്ക് ഭാഷയിൽ ആയിസായി എന്നാൽ കരടികളുടെ താഴ്വര, ബെയേഴ്സ് വാലി എന്നാണ് അർത്ഥം. പണ്ട് ഇവിടെ ഒരുപാട് കരടികൾ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉള്ള കാഴ്ച ശരിക്കും അതിശയപ്പെടുത്തുന്നതായിരുന്നു. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ നല്ല ആർത്തലച്ച് വരുന്നതാണ്, ഒഴുകുന്നതാണ്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് പൂർണ്ണമായും ഫ്രോസൺ ആയ ഒരു വെള്ളച്ചാട്ടമാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം പെട്ടെന്ന് ഐസായി മാറിയതുപോലെ വലിയ വലിയ പാറക്കെട്ടുകളിൽ നിന്ന് ഐസ് കട്ടകൾ തൂങ്ങി നിൽക്കുന്ന ആ കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നേച്ചറിന്റെ ഒരു മാജിക് തന്നെയാണിത്. പക്ഷെ വാട്ടർഫോൾസിന്റെ ഒക്കെ വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയി പോയി. അതുകൊണ്ട് അതൊന്നും എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ അവിടെ നിന്ന് തന്നെ ട്രഡീഷണൽ ഡ്രസ്സായ കസാക്ക് ട്രഡീഷണൽ ഡ്രസ്സ് ഒക്കെ ഇട്ട് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റി അവിടെ നിന്ന് തന്നെ. ആയുസായിലെ കാഴ്ചകൾക്കൊക്കെ ശേഷം ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള അൽമ അരസൻ പ്രദേശത്തേക്കാണ്. പ്രകൃതി ഭംഗി കൊണ്ടും അവിടുത്തെ ഹോട്ട് സ്പ്രിങ്സ് കൊണ്ടും വളരെ പ്രശസ്തമായ ഒരു വാലിയാണിത്. ഞങ്ങൾ ചെന്ന സമയം അൽമ അരസൻ മുഴുവൻ കനത്ത മഞ്ഞില് പുതച്ചു കിടക്കുകയായിരുന്നു. ഒരു പുൽനാമ്പ് പോലും പുറത്ത് കാണാത്ത രീതിയിലെല്ലാം വെളുത്ത മഞ്ഞുപാളികൾ കൊണ്ട് മൂടിയിരിക്കുന്നു. അവിടുത്തെ വലിയ പൈൻമരങ്ങൾക്ക് മുകളിലെല്ലാം മഞ്ഞു വീണിരിക്കുന്നത് കാണാം. നല്ല ഭംഗിയായിരുന്നു. നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ കാല് മഞ്ഞിലേക്ക് താഴ്ന്നു പോകുന്നതായിരുന്നു അനുഭവം. മഞ്ഞിലൂടെ നടക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ മഞ്ഞിൽ വീഴുന്നത് അത്ര നല്ല രസമല്ല. നല്ല സ്ലിപ്പറി ആയിരുന്നു. മഞ്ഞിലൂടെ നടക്കുമ്പോൾ നല്ല സ്ലിപ്പറിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോട്ട് സ്പ്രിങ്സിന്റെ അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. മോനെയും കൊണ്ട് പോകുന്ന കാരണം ഞാനും മോനും പോയില്ല. പകരം
ഹസ്ബൻഡും ഗൈഡും കൂടിയിട്ട് മേലേക്ക് നടന്ന് കയറി ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ അവർക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾ അന്നേരം താഴെ ഇരുന്ന് മോന് കുറേ നേരം സ്നോയിലൊക്കെ കളിക്കാൻ പറ്റി. അവിടെ ഇരുന്ന് കുറേ സ്നോയിലൊക്കെ കളിച്ച് അങ്ങനെ ആയിസായിലെയും അൽമ അരസനയിലെയും കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ തിരികെ ഹോട്ടലിലേക്ക് തിരിച്ചു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് റൂമിൽ വന്ന് കുറച്ചു നേരം വിശ്രമിച്ചു. കസാക്കിസ്ഥാൻ യാത്രയിലെ ഏറ്റവും മനോഹരമായ പ്ലേസുകളിൽ ഒന്നായിരുന്നിത്. ഒട്ടും തിരക്കില്ലാതെ പ്രകൃതിയെ തൊട്ടറിഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, മഞ്ഞ് മൂടിയ കസാക്കിസ്ഥാൻ്റെ ഈ 4ാം ദിവസത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിലും മനോഹരമായ മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ.